ഇന്നത്തെ ടോപ്പിക് ഇൻട്രപ്റ്റ്സ്. ഒബ്ജക്റ്റീവ് ഡിസ്ക്രൈബ് ഇൻട്രപ്റ്റ്സ് ഇൻ 8086. നമുക്ക് ആദ്യം ഇൻട്രപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻട്രപ്റ്റ് ഈസ് എ സ്പെഷ്യൽ കണ്ടീഷൻ ദാറ്റ് അറൈസസ് ഡ്യൂറിങ് ദ വർക്കിംഗ് ഓഫ് എ മൈക്രോ പ്രോസസ്സർ. അപ്പോൾ മൈക്രോ പ്രോസസ്സർ അതിൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ കണ്ടീഷനാണ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ അതിൻ്റെ നോർമൽ വർക്കിങ്ങിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ അല്ലെങ്കിൽ ISR എന്താണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ISR എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രപ്റ്റ് വരുമ്പോൾ എന്താണോ ചെയ്യേണ്ടത് അതിന് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു തടസ്സമാണ്. വെച്ചാൽ മൈക്രോ പ്രോസസ്സർ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സ്റ്റേണലി വരാം അല്ലെങ്കിൽ ഇൻറ്റേർണലി തന്നെ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു തടസ്സം, ഒരു ഇൻട്രപ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ആ ഇൻട്രപ്റ്റ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പ്രോസസ്സർ എന്താണ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ISR എന്ന് പറയാം. The microprocessor services interrupts by executing a subroutine called interrupt service routine. എന്ന് വെച്ചാൽ ഈ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ ISR എന്ന് പറയാം. എന്ന് വെച്ചാൽ പ്രോസസ്സർ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. സബ് റൂട്ടീൻ എന്ന് പറയുന്നത് ഒരു സബ് പ്രോഗ്രാമിനെയാണ് നമ്മൾ സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു ചെറിയ പ്രോഗ്രാമിനെയാണ് ISR എന്ന് പറയാം. നെക്സ്റ്റ്, സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സ് ഇൻ 8086. 8086 ഇൻട്രപ്റ്റ് വരുന്നത് എങ്ങനെയൊക്കെ ഇൻട്രപ്റ്റ് ഒക്കർ വരാം അതാണ് നോക്കുന്നത്. അപ്പം 3 ടൈപ്പാണ്, 3 രീതിയിൽ ഇൻട്രപ്റ്റിൻ്റെ സോഴ്സസ് ഉണ്ട് 8086. ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ സിഗ്നൽ, സെക്കൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം, ആൻഡ് ദ തേർഡ് വൺ ഈസ് കണ്ടീഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻസ്ട്രക്ഷൻ. എക്സ്റ്റേണൽ സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലി ചില പ്രോസസ്സറിൻ്റെ വെളിയിൽ നിന്നും സിഗ്നൽ കൊടുത്തുകൊണ്ട്, എക്സ്റ്റേണൽ സിഗ്നൽ അപ്ലൈ ചെയ്തുകൊണ്ട് IC എക്സ്റ്റേണലി ഒരു സിഗ്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് 8086 ഇൻട്രപ്റ്റ് ചെയ്യാം. അതാണ് ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 8086 മൈക്രോ പ്രോസസ്സർ ഇൻട്രപ്റ്റഡ് ആകാം. ദെൻ തേർഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പെഷ്യൽ കണ്ടീഷനാണ്. മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വർക്കിങ്ങിൽ ഉണ്ടാകുന്ന ചില കണ്ടീഷൻ, ചില സ്പെഷ്യൽ കണ്ടീഷൻ ഒക്കർ ചെയ്യുന്നത് കൊണ്ട് ഇൻട്രപ്റ്റഡ് ആകാം. അങ്ങനെ മെയിനായിട്ട് 3 സോഴ്സസ് ആണ് ഇൻട്രപ്റ്റ്സിനുള്ളത് 8086. എക്സ്റ്റേണൽ സിഗ്നൽ എന്ന് പറയുന്നത് NMI ഓർ INTR പിൻസിൽ വരുന്ന സിഗ്നലാണ്. NMI എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, INTR എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റ് പിന്നാണ്. അങ്ങനെ നമുക്ക് ഇൻട്രപ്റ്റ് ഇതിനേക്ക് എക്സ്റ്റേണലി ഒരു സിഗ്നൽ കൊണ്ട് മൈക്രോ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 പിൻസാണുള്ളത്, NMI പിന്നും INTR പിന്നും. ഈ പിന്നിൽ കൂടി നമ്മൾ എക്സ്റ്റേണലി ഒരു സിഗ്നൽ കൊടുത്തിട്ട് മൈക്രോ പ്രോസസ്സറിനെ ഇൻട്രപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എക്സ്റ്റേണൽ സിഗ്നൽ വഴി എന്ന് പറയും. ഇനി ഞാൻ പറഞ്ഞിരുന്നത് നേരത്തെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന, അതാണ് ആ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാണ് INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് മൈക്രോ പ്രോസസ്സറിൽ പഠിച്ചിട്ടുണ്ട്, മൂവ്, ആഡ്, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഈ INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാമിനിടയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സർ ഇൻട്രപ്റ്റഡ് ആവാം. അപ്പോൾ ഇത്രയാണ് ഇൻട്രപ്റ്റ് സോഴ്സസ്. 8086 മെയിൻ ആയിട്ടുള്ള 3 ഇൻട്രപ്റ്റ് സോഴ്സസ് ആണ് എക്സ്റ്റേണൽ സിഗ്നൽ, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് കണ്ടീഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻസ്ട്രക്ഷൻ. ഇനി നമുക്ക് ഇൻട്രപ്റ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 8086 ടൈപ്സ് ഓഫ് ഇൻട്രപ്റ്റ്സ് ഇൻ 8086. മെയിനായിട്ട് 2 ടൈപ്പ് ഇൻട്രപ്റ്റ്സ് ആണ് 8086 ഉള്ളത്, ഹാർഡ്വെയർ ഇൻട്രപ്റ്റും സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും. ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താണ്, സംതിങ് വിച്ച് വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ എന്നാണ് പറയാം. നമുക്ക് തൊട്ട് നോക്കി ബോധ്യപ്പെടാൻ പറ്റുന്നതാണ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴോ അങ്ങനെ പറ്റാത്ത, അതൊക്കെ നിങ്ങൾ പഴയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇൻട്രപ്റ്റിനെ നമുക്ക് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് 2 ടൈപ്പ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ഇൻട്രപ്റ്റും സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റും ആണ്. എഗെയിൻ ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മാസ്കബിൾ ഇൻട്രപ്റ്റ് ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ കൊടുത്തുകൊണ്ട് ഇൻട്രപ്റ്റ് ചെയ്യുന്നതിനാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാമിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇൻട്രപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്. ഇനി ഹാർഡ്വെയർ ഇൻട്രപ്റ്റിൻ്റെ 2 ടൈപ്പാണ്, മാസ്കബിളും നോൺ മാസ്കബിളും.
മാസ്കബിൾ എന്ന് വെച്ചാൽ എന്താണ്? മൂടി വെക്കാൻ പറ്റുന്ന ഇൻട്രപ്റ്റ്. നോൺ മാസ്കബിൾ എന്ന് പറയുന്നത് മൂടി വെക്കാൻ പറ്റാത്ത ഇൻട്രപ്റ്റ്. അതെന്ന് പറയുമ്പോൾ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്തേ മതിയാവും. അതിനെ ഒരു കാരണവശാലും അതിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. അത് അത്യാവശ്യം എക്സിക്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഇൻട്രപ്റ്റിനെയാണ് നമ്മൾ നോൺ മാസ്കബിൾ എന്ന് പറയുന്നത്. വെച്ചാൽ ഒരിക്കൽ പോലും അതിനെ തടഞ്ഞു വെക്കാൻ പറ്റാത്ത ഒരു ഇൻട്രപ്റ്റ്, അതാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. എന്നാൽ അങ്ങനെ ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും എന്താണ് കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് മൂടി വെക്കാൻ പറ്റുന്ന ഇൻട്രപ്റ്റിനെയാണ് നമ്മൾ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയാം. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്. 2 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണുള്ളത്. NMI ആൻഡ് INTR പിൻസ് വഴി നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്. കാര്യം ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ എക്സ്റ്റേണലി സിഗ്നൽ കൊടുത്തിട്ട് ഇൻട്രപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുക. അത് നമുക്ക് എക്സ്റ്റേണലി നമുക്ക് ഇൻട്രപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 2 പിൻസ് വഴിയാണ്, NMIയും INTRഉം. അതിൽ NMI എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞാണ്, നമുക്ക് ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. ഈ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും എക്സിക്യൂട്ട് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അതിനെയാണ് നമ്മൾ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുക. INTR എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് എന്താണ്? ഒരു മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിൻ്റെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, നോൺ മാസ്കബിൾ ആൻഡ് മാസ്കബിൾ. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് NMI പിന്നിൽ നമ്മൾ കൊടുക്കുന്ന ഇൻട്രപ്റ്റ്. എക്സ്റ്റേണൽ സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്ന ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട്. ആ കൊടുക്കുന്ന സിഗ്നൽ NMI പിന്നിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയും. INTR എന്ന് പറയുന്ന പിന്നിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറയും. ഇതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി, ഈ ഇൻട്രപ്റ്റിൻ്റെ കേസിൽ ഹയസ്റ്റ് പ്രയോറിറ്റിയുള്ള ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. ലോയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് INTR പിൻ വഴി നമ്മൾ കൊടുക്കുന്ന ഇൻട്രപ്റ്റിനാണ് ലോയസ്റ്റ് പ്രയോറിറ്റി. ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രയോറിറ്റി ലെവല് ഹൈ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻട്രപ്റ്റ് അറ്റ് എ ടൈം വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഇൻട്രപ്റ്റ് ആയിരിക്കും. ചില ഏറ്റവും പ്രാധാന്യമുള്ള ഇൻട്രപ്റ്റ് അതേതാണ്? NMI പിന്നിലൊരു ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ വേറെ ഏതൊക്കെ ഇൻട്രപ്റ്റ് ഒരു സമയം ഒരുമിച്ച് വന്നാലും ഈ NMI പിന്നിൽ വരുന്ന ഇൻട്രപ്റ്റ് മാത്രമേ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഹയസ്റ്റ് പ്രയോറിറ്റി ആണെന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് 2 ആണുള്ളത്, NMI ആൻഡ് INTR. നെക്സ്റ്റ് നമുക്ക് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് നോക്കാം. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്ക് 256 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണുള്ളത് 8086-ലെ ടോട്ടൽ ഇൻട്രപ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 256 ആണ്. അതിനെ നമ്മൾ നെയിം ചെയ്തേക്കുന്നത് INT0 തൊട്ട് INT255 വരെയാണ്. ഈ കാര്യം നമ്മൾ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയാം. ഈ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷനാണ് INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷന് മെയിനായിട്ട് ഇത് ഒരു 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രക്ഷന് 2 പാർട്ട് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് ഓപ്പ് കോഡ്, ഈ INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡ്, അതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ടൈപ്പ് നമ്പറാണ്. ഇൻട്രപ്റ്റിൻ്റെ ഏത് ടൈപ്പാണ്, ഏത് നമ്പറാണ് ഇൻട്രപ്റ്റിൻ്റെ എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട് തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ വഴിയുള്ള നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാമിൽ ഈ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്താൽ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മൈക്രോ പ്രോസസ്സർ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രപ്റ്റഡ് ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് ത്രൂ പ്രോഗ്രാം നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ 256 ഇൻട്രപ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാം. അതിനെ നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്നത് INT0 തൊട്ട് INT255 വരെയാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ അറിയാം INT പിന്നൊരു ടൈപ്പ് നമ്പർ അല്ലേ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഈ INT ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 2 ബൈറ്റുള്ള ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ 2 പാർട്ട് ഉണ്ട് ഈ ഇൻസ്ട്രക്ഷൻ. അതിൻ്റെ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് ഈ INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഇൻട്രപ്റ്റിൻ്റെ ടൈപ്പ് നമ്പറുമാണ്. മൊത്തം 256 എന്ന് പറയുമ്പോൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 255 വരെ. അതാണ് ഈ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദീസ് ആർ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് ബൈറ്റ് ഓപ്പ് കോഡ് ആൻഡ് സെക്കൻഡ് ബൈറ്റ് ഇൻട്രപ്റ്റ് ടൈപ്പ് നമ്പർ, ദാറ്റ് ഈസ് 0 to 255. ഇനി ഈ പറഞ്ഞ 256 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ടല്ലോ, അതിൽ പല ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കുറേ ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് 0 തൊട്ട് ടൈപ്പ് 4 വരെയുള്ള ഇൻട്രപ്റ്റ്. എന്നുവെച്ചാൽ INT0 തൊട്ട് INT4 വരെയുള്ള ഇൻട്രപ്റ്റിനെ നമ്മൾ ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ് എന്ന് പറയും.
എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രപ്റ്റിന് കുറേ സ്പെഷ്യൽ കാര്യങ്ങൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. വെച്ചാൽ ഈ ഒരു ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രീ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പറയുക, ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതെന്ന് പറയുന്നത് ടൈപ്പ് 0 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 0 ഇൻട്രപ്റ്റ് ആണ്. ടൈപ്പ് 1 സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ്, ടൈപ്പ് 2 നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, ടൈപ്പ് 3 ബ്രേക്ക് പോയിന്റ് ഇൻട്രപ്റ്റ് ആൻഡ് ടൈപ്പ് 4 ഓവർഫ്ലോ ഇൻട്രപ്റ്റ്. ഡിവൈഡ് ബൈ 0 ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമ്പറിനെ ഡിവൈഡ് ബൈ 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നമ്പറിനെ ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആൻസർ ഇല്ല അല്ലേ, എക്സ്പോണൻഷ്യൽ ആണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പ്രോസസ്സറിനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് 0 എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ആവും. ഇനി അടുത്തതെന്ന് പറയുന്നത് ടൈപ്പ് 1 എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ് ആണ്. സിംഗിൾ സ്റ്റെപ്പ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വെച്ചാൽ നമുക്കറിയാം പ്രോസസ്സർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പ്രോസസ്സർ വെയിറ്റ് ചെയ്യും. അടുത്തത് ചെയ്യുന്നതിന് മുമ്പ് ചില ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു മോഡിലേക്ക് പ്രോസസ്സർ പോകുന്നതാണ് ടൈപ്പ് 1 എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ. ടൈപ്പ് 2 എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് നമുക്ക് ഈ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് നമുക്ക് INT2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം വഴി നമുക്ക് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് കൊടുക്കാം. ഇനി അല്ലാതെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക, NMI പിൻ വഴി നമുക്ക് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി ടൈപ്പ് 3 എന്ന് പറയുന്നത് ബ്രേക്ക് പോയിന്റ് ഇൻട്രപ്റ്റ് ആണ്. ബ്രേക്ക് പോയിന്റ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യാം. അതുവരെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഇത് ആ ബ്രേക്ക് പോയിന്റ് എവിടെയാണോ എന്ന് വെച്ചാൽ ഈ ടൈപ്പ് 3 INT3 എന്ന് പറയുന്നത് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതുവരെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ബ്രേക്ക് ആവും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വെച്ചാൽ അതിനെയാണ് നമ്മൾ ബ്രേക്ക് പോയിന്റ് ഇൻട്രപ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഓവർഫ്ലോ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം. എന്താണ് ഒരു ലൊക്കേഷനിൽ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂവിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു 1 ബൈറ്റ് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പറ്റുന്നത് FF എന്ന് പറയുന്ന വാല്യൂ ആണ്. നേരെ മറ്റ് 16 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എന്ന് പറയുന്നത് FF എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇതിൽ കൂടുതലൊരു വാല്യൂ വരുവാണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഓവർഫ്ലോ എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ടത് ഏത് ഇൻട്രപ്റ്റ് വന്നാലും ഈ INT0 തൊട്ട് INT255 വരെയുള്ള എല്ലാ ഇൻട്രപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ISR എഴുതി നമ്മുടെ മൈക്രോ പ്രോസസ്സറിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടൈപ്പ് 0 അല്ലെങ്കിൽ INT0 എന്ന് പറയുന്ന ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നേരെ പ്രോസസ്സർ എന്ത് ചെയ്യും, നേരെ പോയി INT0 എന്ന് പറയുന്ന ഇൻട്രപ്റ്റിന് എവിടെയാണോ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ പോയി ആ ചെറിയ പ്രോഗ്രാമിനെയാണ് നമ്മൾ ISR എന്ന് പറയാം. ഇൻട്രപ്റ്റ് എന്താണ് സർവീസ് റുട്ടീൻ എന്ന് പറയാം. ചില ഓരോ ഇൻട്രപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ISR ഉണ്ട്. അപ്പോൾ ഓരോ ഇൻട്രപ്റ്റ് വരുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ISR എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ പോയി ആ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് എത്തും. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻട്രപ്റ്റിൻ്റെ എക്സിക്യൂഷൻ നടക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് 256 സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്തെ ആദ്യത്തെ 5 ഇൻട്രപ്റ്റിനെ നമ്മൾ പറയുന്നത് ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ഇൻട്രപ്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫങ്ഷൻസ് ആണ് നടക്കുക. ഈ പറയുന്ന ഫങ്ഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഈ ഇൻട്രപ്റ്റൊക്കെ ഉണ്ടാവുക, അങ്ങനെയും പറയാം. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് റിസർവ്ഡ് ഇൻട്രപ്റ്റ് ആണ്. INT5 തൊട്ട് INT31 വരെയുള്ള ഇൻട്രപ്റ്റ്സ്, ഇത്രയും ഇൻട്രപ്റ്റ്സിനെ ഇന്റൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചില ഹയർ പ്രോസസ്സേഴ്സിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ 8086 എന്ന് പറയുന്ന നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രോസസ്സറിൽ ഇത്രയും ഇൻട്രപ്റ്റ്സ് യൂസ് ചെയ്തിട്ടില്ല, അവിടെ empty ആണ്. പക്ഷേ എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, റിസർവ് ചെയ്തിരിക്കുകയാണ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത ഹയർ പ്രോസസ്സേഴ്സ് 80286 386 അങ്ങനെ പെൻറ്റിയം എന്നൊക്കെ പറയുന്ന പ്രോസസ്സേഴ്സ് വരുമ്പോൾ അവിടെ യൂസ് ചെയ്യാൻ പാകത്തിൽ അതിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും ഓർത്താൽ മതി. 8086 എന്ന് പറയുന്ന പ്രോസസ്സറിൽ നമ്മൾ പറയുന്നുണ്ട് 256 ഇൻട്രപ്റ്റ് ഉണ്ടെന്ന്. എന്നിരുന്നാലും ഈ പറയുന്ന അത്രയും പോർഷനിലുള്ള ഇൻട്രപ്റ്റ് ഇവിടെ റിസർവ്ഡ് ആണ്. അവിടെ ഇൻട്രപ്റ്റ് ഇല്ല, നോട്ട് അവൈലബിൾ ടു യൂസറിന് അവൈലബിൾ അല്ല. ഇത്രയും ഇൻട്രപ്റ്റ്സ് യൂസറിന് അവൈലബിൾ അല്ല.
ഇനി അവൈലബിൾ ആയിട്ടുള്ള ഇൻട്രപ്റ്റ്സ് അപ്പോൾ ഏതൊക്കെയാണ്? INT 32 തൊട്ട് INT 255 വരെയുള്ള ഇൻട്രപ്റ്റ്സ് അവൈലബിൾ ഇൻട്രപ്റ്റ്സ് ആണ്. ഇതെല്ലാം എന്താണ്? യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഉപയോഗിക്കുന്ന ആളിനെ ഇപ്പോൾ INT 32 എന്നൊരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഫംഗ്ഷൻ നടക്കേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ചിട്ടൊരു ചെറിയ പ്രോഗ്രാം ഉണ്ടാക്കി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം ആയിരിക്കും INT 32 എക്സിക്യൂട്ട് ആവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻസ് ചെയ്യണം, അത്യാവശ്യമായിട്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ പ്രോഗ്രാം എഴുതി ഇൻട്രപ്റ്റ് നമ്പർ കൊടുത്ത് സെറ്റ് ചെയ്യാമെങ്കിൽ ഓരോ ഇൻട്രപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്ട്രക്ഷൻ എവിടെയാണോ ആ ഇൻസ്ട്രക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ് എക്സിക്യൂട്ടഡ് ആവും. അപ്പോൾ യൂസറിന് അയാളുടെ ആവശ്യത്തിനനുസരിച്ച്, യൂസറിൻ്റെ നീഡിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്ന ഇൻട്രപ്റ്റ്സ് ആണ് INT 32 തൊട്ട് INT 255 വരെയുള്ള ഇൻട്രപ്റ്റ്സ്. ഇതിനെ നമ്മൾ യൂസർ ഡിഫൈൻഡ് സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയും. ഇതിൻ്റെ ISR യൂസർ തന്നെയാണ് എഴുതുന്നത്. അതുപോലെ തന്നെ ഇൻവോക്ഡ് ബൈ റൈറ്റിംഗ് ദ ഇൻസ്ട്രക്ഷൻ INTN. നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഏതാണോ ആ ടൈപ്പ് നമ്പർ സ്പെസിഫൈ ചെയ്തിട്ട് INT ടൈപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആ ഇൻട്രപ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? മെയിനായിട്ട് എന്താണ് ഇൻട്രപ്റ്റ് എന്ന് പഠിച്ചു. ഇൻട്രപ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ എന്ത് മനസ്സിലായി ഇതിൽ നിന്നും? വളരെ ഒരു സ്മോൾ പ്രോഗ്രാമാണ് ഇൻട്രപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതെന്താണ്? നമ്മുടെ മൈക്രോ പ്രോസസ്സറിൻ്റെ നോർമൽ വർക്കിംഗ് ഫ്ലോയ്ക്ക് ഇടയ്ക്ക് വരുന്ന ചെറിയ തടസ്സങ്ങളാണ്. തടസ്സം എന്ന് വെച്ചാൽ എന്താണ്? അതിനെക്കൊണ്ട് വേറൊരു ഫംഗ്ഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസിനെയാണ് ശരിക്കും ഇൻട്രപ്റ്റ് എന്ന് പറയുക. അത് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്: ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്ന് ക്ലാസിഫിക്കേഷൻ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എക്സ്റ്റേണലി മൈക്രോ കൺട്രോളറിൻ്റെ പിൻസ് വഴി നമുക്ക് സിഗ്നൽ ഡയറക്റ്റ് കൊടുത്ത് ഇൻട്രപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ് എന്ന് പറയുക. ഇനി സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനും ടൈപ്പ് നമ്പറും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്? ഈ 256 ഇൻട്രപ്റ്റ്സിനെ നമുക്ക് ബൈ സോഫ്റ്റ്വെയർ നമുക്ക് ത്രൂ പ്രോഗ്രാമിംഗ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സിനെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3ആയിട്ടാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ഇൻട്രപ്റ്റ് ആണ്. ഇതിനുള്ള ISR, ഈ 5 ഇൻട്രപ്റ്റിനുള്ള ISR ഓൾറെഡി നമ്മുടെ 8086 മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ISR അവിടെ എഴുതി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഇൻട്രപ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? റിസർവ്ഡ് ഇൻട്രപ്റ്റ് ആണ്. ഈ INT 5 തൊട്ട് INT 31 വരെയുള്ള ഇൻട്രപ്റ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല ഇവിടെ 8086-ൽ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ, എന്ന് വെച്ചാൽ യൂസറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് അവൈലബിൾ ഇൻട്രപ്റ്റ് ആണ്. ഇത് നമുക്ക് ഇഷ്ടത്തിന് ഇതിൻ്റെ ISR യൂസറിന് തന്നെ റൈറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. താങ്ക് യു.